ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ജിഎസ് ഗെയിം ഹാഷ്ടാഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതായത് ഞാനാണെങ്കിൽ കാർ സിമുലേറ്ററിൽ പുതിയൊരു ഗ്യാരേജ് വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കറിയാം, ഞാൻ മാഫിയയിൽ ഇതേപോലെ ഈ പ്ലേസിൽ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ നിർത്തുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെടുത്ത് നമുക്ക് ട്രങ്കിൽ കയറ്റാം. ഇനി നമുക്ക് ഈ ട്രങ്കിൽ കയറ്റിയിട്ട് വണ്ടി കയറാം. അപ്പം ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്, എന്നാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു വിലയില്ലാന്ന് അറിയുമ്പോൾ ഉള്ളൊരു വിഷമം വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അത് ഞാൻ ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം എന്തായാലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ എന്തായാലും നമ്മൾ പറയുവാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ മാഫിയ പരിപാടിയിൽ ഈ നമ്മളാണെങ്കിൽ ഈ പരിപാടി ഉണ്ടല്ലോ, ഈ ജോബ്സൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും ഹാർഡസ്റ്റ് വണ്ണാണ് മാഫിയയുടെ പരിപാടി. മാഫിയൊക്കെ പറയുന്നത് കുത്തിക്കൊന്ന് മറ്റെടുക്കാനോ അതും ഇതൊക്കെ എടുക്കാനെന്നൊക്കെ പറയണം. അപ്പോൾ നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ട് അവിടെ ഇത്ര ടൈമിൽ വെച്ചെത്തണം അങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കൂടെ പെട്രോളും തീർന്ന് ചിലപ്പോൾ പണി കിട്ടും. അങ്ങനെയും കൂടെ പണി കിട്ടുവാണെങ്കിൽ അവസ്ഥ ഒന്ന് ഓർത്തേ, അല്ലയോ സ്തോത്രം. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്ന പോലെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നൈസ്. നമ്മൾ കീറി കൊടുത്തെന്ന് വെച്ചാൽ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ്. ഓക്കെ ഓക്കെ പക്ഷേ നമ്മൾ വണ്ടി വളച്ച് തിരിച്ച് കൂടിച്ച് ഓക്കെ. നമുക്ക് 5000 രൂപ കിട്ടിയിട്ടില്ല. പൈസക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടത്. എന്നാലും നമുക്ക് എന്തായാലും അടുത്ത ഇടിച്ചിടിച്ചിടിച്ചു പോലീസ് ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, പോലീസൊന്നുമില്ല, പക്ഷെ പോലീസിൻ്റെ ജോബുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പോലീസിൻ്റെ അവിടെ കിട്ടാം. ഇതിൻ്റെയൊക്കെ പിങ്കർ വന്ന് ഇടി. ഓക്കെ, നമ്മൾ ഇവിടുന്ന് വന്ന് ഇവിടുത്തെ വെട്ടിന് അങ്ങോട്ട് പോകാം. നമുക്ക് നേരെ ഫാസ്റ്റിന് പോവാം. പോലീസിനെ കാണാതെ പറഞ്ഞു തീർന്നില്ല. പോലീസ് ഇങ്ങോട്ട് സ്ട്രൈറ്റ് വരിക. നമ്മൾ ഈ കേസിന് കയറുന്നില്ല. ഇനി 26,000 കയ്യിൻ്റെ ഒരു നല്ല പൈസ തന്നെയാണ്. എന്നാലും ഇത് കയറിയ 1000 ഓക്കെ ഗൈസ്. നമുക്ക് കയ്യിൽ പെട്രോളും ഇല്ല. നൈസ്, ഫണ്ടാസ്റ്റിക്. നമുക്ക് എന്തായാലും വിധി പോലെ ഇരിക്കും. എന്ത് ചെയ്യാനൊക്കെ നമുക്ക് ഗണ്ണെടുത്ത് നമുക്ക് നേരെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ എന്തായാലും ഞാൻ
എടുക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം തീരും. നമുക്ക് 13,000 കിട്ടി. 13,000 കിട്ടി. നൈസ്. നമുക്ക് ഒന്നും കൂടി ഇതെടുത്താലോ ഷൂട്ടിംഗ് റേഞ്ച്. നമുക്ക് ഇനി 1 മിനിറ്റ് എടുക്കും. ഓക്കെ ഗൈസ്, ഇനി 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി വളച്ചെടുക്കാം. ഓക്കെ ഓക്കെ, ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കഴിവ് തന്നെയാണ് അല്ലേ. എന്തെങ്കിലും എന്തെങ്കിലും വണ്ടി ഇടിച്ച് കയറ്റി പൊട്ടിച്ച്. ഓക്കെ, 26,000 രൂപേൻ്റെ പണി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പണം പൈസ അത്ര പൈസ. ആടാ, ഇത് വേറെ എന്താണ് ക്രൈം സീന്? ഓ, ചേസിങ്ങാ. ഈ ചേസിങ് നമ്മളാണെങ്കിൽ, നമ്മൾ പോലീസ് ആവുകയാണെങ്കിൽ വലിയൊരു ഇതാണ്. സമയത്ത് നമ്മളെ ആണെങ്കിൽ പിടിക്കാൻ വരുന്ന അതും വേറെ ശല്യമാണ് കേട്ടോ. അവിടുത്തെ ഞാൻ നേരെ ഇടിച്ച് കയറ്റുന്നു. പക്ഷെ നത്തിങ് ഹാപ്പൻസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ നായികളെ പിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? യെസ്, ഓഫ് കോഴ്സ് സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ റീസ്റ്റാർട്ട് അടിക്കും. ഓക്കെ, ഗൈസ് എന്തായാലും നമ്മൾ പോകുന്നുണ്ട്. ഇത്ര ഡീപ്പൊന്നുമല്ല എൻ്റെ സൗണ്ട്. ഈ കോപ്പ് നമ്മൾ ഇങ്ങനെ കറങ്ങി ഷോർട്ട് കട്ട് അടിച്ച് വന്നാൽ കുറേ നേരം എടുത്തു. അയ്യോ ഇടിച്ച് നമ്മളെ പോലീസാക്കി ആരാണ് ഇവിടെ കുത്തിവിടുന്നത്. ഓക്കെ, നമുക്ക് സ്ഥലം മാറിപ്പോയി. നമ്മൾ ഷോർട്ട് കട്ട് അടിച്ച് വന്ന സ്ഥലമായിരുന്നു കറക്റ്റ് സ്ഥലം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഇനി ഒന്നും നോക്കത്തില്ല. ആ വണ്ടാരം ഒന്നും വെച്ച് നോക്കുന്നത്. നമ്മൾ നേരെ സ്ട്രെയിറ്റ് എടുത്ത് മര്യാദയ്ക്ക് പോവാം. വലിച്ചു മാറി പോവുക ചെയ്തു. ഓക്കെ, ക്രൈംസ്. നമ്മൾ വന്ന് ഇടിച്ചതാണ്. അമ്മാരവിടെ വെച്ച് സ്റ്റോപ്പായിപ്പോയി. അതെന്താണ്? ഒരു മണിയാഴ്ച വെറുതെ വന്ന് നമുക്ക് ഈ പരിപാടിയായിട്ട് എനിക്ക് ചേരുന്നില്ല. ഇതെനിക്കറിയാം. ഇതെല്ലാവരും പോയി ആ സൈഡിൽ ഇടിക്കുക. അതെനിക്കറിയാം. ഞാൻ കളിച്ചിട്ടുള്ള ഇത്. ഓക്കെ, ഞാൻ അല്ല കളിച്ചിട്ടുള്ള സോറി, വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ. ഞാൻ ഇങ്ങനത്തെ റേസൊക്കെ ഇങ്ങനെ ഡ്രാഗ് റേസ് പോലെയാണ്.
ഈ സൗണ്ട് ഒച്ച കേൾക്കുമ്പോൾ നമുക്കൊരു പേടി വരും. പേടിയുണ്ട, നമ്മൾ അവിടെ വെച്ച് വളഞ്ഞു. നമ്മൾ ഇനി ആർക്കും കണ്ടത് വഴി അതാണ്. ഭയങ്കര ഇപ്പം എനിക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ഫസ്റ്റ് തന്നെ എടുത്തു. മറ്റേ വേട് പോയി കിടക്കുമായിരുന്നു. നമ്മൾ ഗെയിമും ജയിച്ചു. പറഞ്ഞാൽ 13,000 നമ്മുടെ ഇതിലും കയറി. ഇത്രേ ഉള്ളു കൈ. നമ്മൾ നേരത്തെ ചെയ്യും. ഓക്കെ, ഇത് കാർ ഡീലർഷിപ്പാണ്. ഗ്യാരേജ്. ഓക്കെ, അടുത്ത് തന്നെ ഒരു ഗ്യാരേജ് ഉണ്ട് കേട്ടോ. അല്ല, നമ്മുടെ ഹോം ഇവിടെയാണ്. പക്ഷെ നമുക്ക് ഒരു ഗ്യാരേജ് വാങ്ങിക്കണം. 3,000 4,000 അത്രയാണെങ്കിൽ സാരമില്ല. നമ്മൾ ഗ്യാരേജ് വാങ്ങിക്കണം. ഇത് കുറച്ച് നമ്മൾ ഗ്യാരേജ് വിട്ടുപോയി. ഇത് നമ്മുടെ അത് നമ്മുടെ ഗ്യാരേജ് തന്നെയാണ്. ഇതൊക്കെ അപ്പാർട്ട്മെൻ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ പിടിക്കാം. ഈ അപ്പാർട്ട്മെൻറ്റ് നോക്കി അങ്ങ് പോകാം. ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇത് ഐഡിയ ഉണ്ട്. നമുക്കിവിടുന്ന് നമുക്ക് എന്തായാലും കർവായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ കർവായിട്ട് പോകാം. നമുക്ക് കർവടിച്ച് പോകാം. ഇതിങ്ങനെ കർവായിട്ട് പോകാം. എന്തായാലും വളച്ച് കർവടിക്കാമല്ലോ. അപ്പം ഇതാ കർവ്. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ കർവ് തിരിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് റൂമിലോട്ടെത്തി. വണ്ടി പിടിച്ചോ. എത്ര രൂപയ്ക്കാണ്? പൈസ ഓക്കെ എന്തായാലും നമുക്കത് അപ്പാർട്ട്മെൻറ്റിൻ്റെ പൈസ കാണിക്കുന്നില്ല. നമുക്കെന്തായാലും ഇവിടുന്ന് വളച്ച് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ട് പോയിട്ട് ഇവിടെ വച്ച് നിർത്താം. ഓക്കെ, ആ ഒരു അപ്പാർട്ട്മെൻറ്റിന് പൈസ കൊണ്ടുപോകില്ല, എന്താണോന്നറിയില്ല. ഇവിടെ നമ്മൾ ഓക്കെ ഞാൻ പൊലീനെ കൊണ്ടുവരുന്നതാണ് സ്പീഡ് കുറച്ച്. ഓക്കെ, നമ്മളെന്തായാലും നേരെ ഇവിടുന്ന് എടുത്ത് വരുമ്പോൾ ഇവിടെ എങ്ങാണ്ടായിട്ടാണ്
വരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ സ്ഥലം. രസമായിട്ട് എനിക്കാണ് ഇതിന് നെറ്റ്വർക്ക് വേണമെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും ഗാരേജ് വായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം 1,00,000 അടുത്തെത്തി. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗൈസ്, ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്കൊരു ഡെയിലി ചലഞ്ചും കൂടെ ഉണ്ട്. ഓക്കെ, നമുക്കൊരു ഈ ഡെയിലി ചലഞ്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നിർത്താം. അപ്പം ഞാൻ എന്തായാലും അടുത്ത പാർട്ടി എന്തായാലും വാങ്ങിക്കുന്നതായിരിക്കും. നമ്മൾ ഡെയിലി ചലഞ്ചും കൂടെ തീർത്ത് ഈ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മൾ എന്തായാലും ഞാൻ ഉറപ്പായിട്ടും അടുത്ത പാർട്ട് ഇത് വാങ്ങിച്ച് ഞാൻ എന്തായാലും ഗെയിമൊക്കെ സെറ്റാക്കി ഫുള്ള് ഇതാക്കിയിട്ട് റെഡിയാക്കി വെക്കുന്നതായിരിക്കും. അപ്പം എനിക്ക് ഒത്തിരി പേരുള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പം ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. See you, Tata. Peace.